നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കോടിക്കണക്കിന് കഥകൾ ഒളിപ്പിച്ച് വെച്ചൊരു വലിയ പുസ്തകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അപ്പോൾ നമുക്ക് ആ പുസ്തകത്തിലൂടെ ഒന്ന് പോയി നോക്കിയാലോ. നിലവിൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഒരുപാട് അതിനകത്ത് പല അധ്യായങ്ങളും പല പേജുകളും വായിച്ചു നോക്കിയിട്ടുണ്ട്. ആ വായിച്ചത് നമ്മൾ പല വഴി അറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ചില പേജുകൾ അവർക്ക് ഇന്നും വായിക്കാനോ തുറക്കാനോ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പേജുകളിലൂടെ നമുക്കിന്ന് പോയി നോക്കാം. കടലിനടിയിൽ അപ്രത്യക്ഷമായ കപ്പലുകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഭീമൻ കല്ലുകളുടെ പ്രതിമകളുണ്ട്. ആകാശത്ത് നിന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകതരം ചിത്രങ്ങളുണ്ട്. ഇവയൊന്നും വെറും കഥകളല്ല, ചരിത്രവും ശാസ്ത്രവും ഇന്നും വർഷങ്ങളായി ഉത്തരം തേടുന്ന കുറച്ച് യഥാർത്ഥ ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം ചില ചോദ്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചരിത്രത്തിൽ ഇന്നും പൂർണ്ണമായി വിശദീകരിക്കപ്പെടാത്ത 7 വലിയ രഹസ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് നോക്കിയാലോ. പോവാം. ബെർമുഡ ട്രയാങ്കിൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡ, ബെർമുഡ, പ്യൂർട്ടോറിക്കോ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സമുദ്ര പ്രദേശത്തിനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ലോക പ്രശസ്തമായ ബെർമുഡ ട്രയാങ്കിൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഇവിടെ നിരവധി കപ്പലുകളും വിമാനങ്ങളും ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, അതായത് ഈ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏതാണ്? 1945 ഫ്ലൈറ്റ് 19 ആണ്. പരിശീലന ദൗത്യത്തിലായിരുന്ന 5 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ വഴിതെറ്റിയ ശേഷം തിരികെ എത്തിയിട്ടില്ല. അവരന്വേഷിച്ചു പോയ ഒരു രക്ഷാവിമാനവും അതും പിന്നീട് കാണാതെയായി. ഇതോടെ ബെർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റി അനവധി കഥകൾ ജനിച്ചു. ചിലർ പറഞ്ഞു അന്യഗ്രഹ ജീവികളുടെ ഇടപെടലുകളാണ് ഇവിടെ വരുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും കാണാതെ പോകുന്നതിന് കാരണമെന്ന്. എന്നാൽ മറ്റു ചിലരോ കടലിനടിയിൽ മറഞ്ഞു കിടക്കുന്ന അറ്റ്ലാന്റിസ് നഗരത്തിൻ്റെ ദുരൂഹ ശക്തിയാണ് ഇതിന് പിന്നിലെന്ന് പറയാൻ പറ്റും. എന്നാൽ ശാസ്ത്രം കൂടുതൽ യുക്തിസഹമായ വിശദീകരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രദേശത്തെ കാലാവസ്ഥകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ്. ശക്തമായ കൊടുങ്കാറ്റുകളും ഗൾഫ് സ്ട്രീം എന്ന സമുദ്രപ്രവാഹവും ചില തരത്തിലുള്ള മനുഷ്യ പിഴവുകളുമൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകാം. ഇന്നുവരെ ബെർമുഡ ട്രയാങ്കിളിൽ അമാനുഷിക ശക്തികൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതുണ്ട് എന്ന് തെളിയിക്കുന്ന വിശ്വസനീയമായ ഒരു ശാസ്ത്രീയ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രഹസ്യം യാഥാർത്ഥ്യത്തേക്കാൾ ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പല ഗവേഷകരും കാണുന്നത്. സ്റ്റോൺഹെഞ്ച്. ഇംഗ്ലണ്ടിലെ വിശാലമായ പുൽമേടുകളിൽ നിൽക്കുന്ന ഭീമാകാരമായ കല്ലുകളുടെ ഒരു വട്ടത്തിനെയാണ് സ്റ്റോൺഹെഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് ഗവേഷകർ കരുതുന്നു. ഇതിലെ ചില കല്ലുകൾക്ക് 20 മുതൽ 30 ടൺ വരെ ഭാരമുണ്ട്. അതിലുപരി ചില ബ്ലൂ സ്റ്റോൺ കല്ലുകൾ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചക്രമോ ആധുനിക യന്ത്രങ്ങളോ ഇവയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത് എങ്ങനെ സാധിച്ചു? ഇതാണ് ഇന്നും ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാന ചോദ്യം. ചില ഗവേഷകർ പറയുന്നു ഇതൊരു പ്രത്യേക മതപരമായ ചടങ്ങുകൾക്ക് മാത്രമുള്ള കേന്ദ്രമായിരുന്നുവെന്ന്. എന്നാൽ മറ്റു ചിലരോ സൂര്യൻ്റെ സ്ഥാനവും കാലാവസ്ഥാ ചക്രങ്ങളും നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ജ്യോതിശാസ്ത്ര കേന്ദ്രമായിരിക്കാമെന്നാണ് പറയുന്നത്. ഓരോ പുതിയ കണ്ടെത്തലുകളും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി നമ്മൾ പോകുന്നത് പെറുവിലൊരു മരുഭൂമിയിലേക്കാണ്. അവിടെ ആകാശത്തു നിന്ന് മാത്രം കാണാൻ കഴിയുന്ന ചില പ്രത്യേകതരം ഭീമൻ ചിത്രങ്ങളുണ്ട്. അവ മനുഷ്യരെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദക്ഷിണ അമേരിക്കയിലെ പെറു. മഴ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു വിശാലമായ മരുഭൂമിയാണിത്. ഈ മരുഭൂമിയുടെ മണ്ണിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരച്ച ചില ചിത്രങ്ങൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. അവയാണ് നാസ്ക ലൈൻസ്. നിലത്തുനിന്ന് നോക്കുമ്പോൾ ഇവയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആകാശത്ത് നിന്ന് നോക്കിയാലോ, ഭീമാകാരമായ കുരങ്ങ്, ചിലന്തി, ഹമ്മിങ് ബേർഡ്, തിമിംഗലം തുടങ്ങി നിരവധി രൂപങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ക്രിസ്തുവിന് ശേഷം ഏകദേശം
200 മുതൽ 700 വരെയുള്ള കാലഘട്ടത്തിലാണ് നാസ്ക ജനത ഇവ നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. എന്നാൽ ഒരു ചോദ്യം ഇന്നും ബാക്കിയുണ്ട്. എന്തിനാണിവ നിർമ്മിച്ചത്? ഒരു സിദ്ധാന്തമനുസരിച്ച് മഴയ്ക്കും ജലത്തിനുമായി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന മതചടങ്ങുകളുടെ ഭാഗമായിരിക്കാം ഈ രൂപങ്ങൾ. എന്നാൽ മറ്റു ചില ഗവേഷകർ പറയുന്നതോ നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും സ്ഥാനങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരിക്കാമെന്നാണ്. വർഷങ്ങളായി ഇവ അന്യഗ്രഹ ജീവികൾക്കുള്ള സന്ദേശങ്ങളാണ് എന്ന വാദവും പ്രചരിച്ചു വരുന്നുണ്ട്. എന്നാൽ അതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളും നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. സമീപകാലത്ത് ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ മുമ്പ് അറിയാത്ത നാസ്ക ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ പുതിയ കണ്ടെത്തലുകളും ഈ രഹസ്യത്തെ കൂടുതൽ കൗതുകകരമാക്കുകയാണ് നിലവിൽ. മോഹൻജദാരോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പുരാതന നഗരത്തിലേക്കാണ്. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള മോഹൻജദാരോ. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വികസിത നഗരങ്ങളിലൊന്നാണ് മോഹൻജദാരോ. ഈ നഗരം ആദ്യമായി ഖനനം ചെയ്തപ്പോൾ പുരാവസ്തു ഗവേഷകന്മാർ അമ്പരന്നുപോയി. എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ കാരണം അവിടെ കണ്ടെത്തിയത് ആ കാലഘട്ടത്തേക്കാൾ നൂറ്റാണ്ടുകൾ മുന്നിലായിരുന്ന ഒരു ആധുനിക നഗര ആസൂത്രണമാണ്. നേരായ തെരുവുകൾ, ഒരേ അളവിൽ നിർമ്മിച്ച ഇഷ്ടികകൾ, വീടുകളിലേക്ക് ബന്ധിപ്പിച്ച മലിനജന സംവിധാനം, പൊതുവായൊരു കുളിമുറികൾ, ഇന്നത്തെ പല നഗരങ്ങളിലും കാണുന്ന സൗകര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നഗരത്തിന് പിന്നീട് എന്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു? ഒരു കാലത്ത് വലിയ ആക്രമണം ഒന്ന് വന്നതുകൊണ്ടായിരിക്കാം എന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് ചരിത്രകാരന്മാർ കൂടുതൽ സാധ്യത കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനവും സിന്ധു നദിയുടെ ഗതിമാറ്റവും കൃഷിയിലുണ്ടായ പ്രതിസന്ധിയും വ്യാപാര ശൃംഖലകളുടെ തകർച്ചയുമൊക്കെയാണ് പൊതുവായ കാരണങ്ങളായി പറയുന്നത്. എന്നിരുന്നാലും ഒരൊറ്റ കാരണം ചൂണ്ടിക്കാണിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഹൻജദാരോ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര രഹസ്യങ്ങളിലൊന്നായി തുടരുന്നു.